അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ശനിയാഴ്ച നമ്മുടെ ആദ്യത്തെ പരീക്ഷ കിതാബുൽ ഫിഖ് ആണ്. കിതാബുൽ ഫിഖിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ്, ഈ ഫിഖിന്റെ ഒരു ഫുൾ റിവിഷൻ വിശാലമായ രൂപത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ ലിങ്ക് ഇതിന്റെ കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ നിർബന്ധമായും ഓരോ പാഠങ്ങളും കൃത്യമായി പഠിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ ചോദ്യം ചേർത്തെഴുതാം. ബ്രാക്കറ്റിൽ ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മൾ ശരിയായത് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഖിയാമു റമളാൻ, അബ്ആദു സുന്നത്ത്, തയമ്മും, കറാഹത്ത്, മുസ്തഅമൽ, ഹറാം. ഇതാണ് ബ്രാക്കറ്റിൽ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസുകൾ. ഇനി ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തത്, ഫർളിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് പറയും എന്ത്? ഓൾറെഡി ഫർളിൽ ഉപയോഗിച്ച വെള്ളത്തിന് നമ്മൾ എന്താണ് പറയുക? മുസ്തഅമൽ എന്നാണ് പറയുക. മുസ്തഅമൽ. 2, ചെയ്താൽ ശിക്ഷയില്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും. ഏതാണത്? കറാഹത്ത്. ആദ്യത്തെ തശഹുദ് ഓതൽ, ഒന്നാമത്തെ തഹിയാത്ത് ഉണ്ടല്ലോ, ആദ്യത്തെ തശഹുദ്, അത് നിസ്കാരത്തിന്റെ എന്താണ്? അബ്ആദു സുന്നത്താണ്. അബ്ആദു സുന്നത്ത്. റമളാനിലെ ഓരോ രാത്രിയിലുമുള്ള പ്രത്യേക നിസ്കാരമാണ് ഖിയാമു റമളാൻ. തറാവീഹിന്റെ മറ്റൊരു പേരും കൂടെയാണ് ഖിയാമു റമളാൻ എന്നുള്ളത്. ഹൈള്, നിഫാസ് എന്നിവ ഉള്ളവർക്ക് നോമ്പിന്റെ വിധി ഹറാമാണ്. കുളിക്കും വുളൂഇനും പകരമാണ് തയമ്മും. ഈ രൂപത്തിൽ ശരിയായ ഉത്തരങ്ങൾ എടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഇനി രണ്ടാമത്തത്, ശരി അടയാളപ്പെടുത്താം. പല്ലിൽ നീളത്തിൽ മിസ്വാക്ക് ചെയ്യൽ, അതിന്റെ വിധി എന്താ? കറാഹത്താണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. പല്ലിൽ വീതിയിലും നാവിൽ നീളത്തിലുമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്. പല്ലിൽ നീളത്തിൽ മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. ഇനി സ്ത്രീകൾക്ക് സുന്നത്തില്ല. എന്ത്? ബാങ്ക് സുന്നത്തില്ല. ഒരു മുദ് എത്രയാകുന്നു? 800 മില്ലി ലിറ്റർ ആണ്. നിഫാസിന്റെ ഏറ്റവും കുറഞ്ഞ സമയം 1 സെക്കൻഡ്. ഖുതുബയുടെ ഫർള് അല്ലാഹുവിനെ സ്തുതിക്കൽ. ഇനി പൂർത്തിയാക്കാം. നോമ്പിന്റെ നിയ്യത്താണ് നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർള് റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. നമുക്കൊക്കെ അത് അറിയാവുന്നതാണ്. ഇനി രണ്ടാമത്തത്, റബ്ബ് ഉഫ്റിലി വറഹംനി വജബുർനി വറഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ചൊല്ലാനുള്ള ദിക്റാണ്. മൂന്നാമത്തത്, അഖാമഹല്ലാഹു വഅദാമഹ വജഅലനി മിൻ സാലിഹി അഹ്ലിഹ. ഇഖാമത്തിൽ ഖദ് ഖാമത്തി സലാ എന്ന് പറയുമ്പോൾ നമ്മൾ പറയേണ്ടുന്ന ജവാബാണ് ഇത്. ഇനി നാലാമത്തത്, അസ്സിവാഖു മത്ഹറത്തുൽ ലിൽ ഫമി വമർളാത്തുൽ ലിറബ്ബ്. മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് വായ ശുദ്ധിയാക്കുന്നു, അതോടൊപ്പം തന്നെ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതുമാണ്. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം. ജംഉം കസറും അനുവദനീയമല്ലാത്ത നിസ്കാരം ഏതാണ്? സുബഹി നിസ്കാരമാണ്. സകാത്തുൽ ബദനിന്റെ മറ്റൊരു പേരാണ് സകാത്തുൽ ഫിത്ർ. ദീർഘയാത്ര എത്രയാണ്? 133 കിലോമീറ്ററുള്ള യാത്രയാണ് ദീർഘയാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവസാനത്തെ തഹിയാത്തിൽ ഏത് ഇരുത്തമാണ് സുന്നത്ത്? തവറുക്കിന്റെ ഇരുത്തം. ചന്തി നിലത്ത് വെച്ചിരിക്കുന്ന ഇരുത്തമാണ് തവറുക്ക്. ആ തവറുക്കിന്റെ ഇരുത്തമാണ് അവസാനത്തെ തഹിയാത്തിന് വേണ്ടി ഇരിക്കേണ്ടത്. ഇനി ഉത്തരം എഴുതാം. അറഫയിൽ ഹാജരാവേണ്ടത് എപ്പോഴാണ്? ദുൽഹിജ്ജ 9 ഉച്ചതിരിഞ്ഞതു മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജ്ർ വരെ. ഇതാണ് അറഫയിൽ താമസിക്കേണ്ടുന്ന സമയം. ഇഹ്റാം എന്നാൽ എന്താണ്? ഹജ്ജിൽ പ്രവേശിക്കുന്നു എന്ന് കരുതലാണ് ഇഹ്റാം. ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഹജ്ജിൽ പ്രവേശിക്കുന്നു എന്ന് കരുതലാണ്. ഇനി അടുത്തത്, ജമ്മു തഖ്ദീം എന്നാൽ എന്താ? ജമ്മു തഖ്ദീം എന്ന് പറഞ്ഞാൽ മുന്തിച്ച് ജമ്മാക്കുക. അസറിനെ ളുഹറിന്റെ സമയത്തും അതുപോലെ ഇഷാഇനെ മഗ്രിബിന്റെ സമയത്തും മുന്തിച്ച് ജമ്മാക്കുന്നതിനാണ് ജമ്മു തഖ്ദീം എന്ന് പറയുക. സകാത്ത് 2 വിധം. ഏതെല്ലാം? ഒന്ന് സകാത്തുൽ മാല്, മറ്റൊന്ന് സകാത്തുൽ ബദൻ. മുഗല്ലലായ നജസ് ഏതാകുന്നു? നായ, പന്നി, അതുപോലെ നായ, പന്നി എന്നിവയിൽ നിന്ന് ജന്മം കൊണ്ടവ. ഇതൊക്കെ മുഗല്ലലായ നജസാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള നജസാണ്. ഇനി വ്യക്തമാക്കാം. ഹജ്ജിന്റെ മീഖാത്തുകളിൽ നിന്ന് 3 എഴുതുക. യലംലം, ദുൽഹുലൈഫ, ജുഹഫ. ഇതെല്ലാം ഹജ്ജിന്റെ മീഖാത്തുകളാണ്. നോമ്പ് ഹറാമായ ദിവസങ്ങൾ ഏതൊക്കെയാണ്? 1, 2 പെരുന്നാൾ ദിവസം, ചെറിയ പെരുന്നാളിന്റെ അന്ന്, വലിയ പെരുന്നാളിന്റെ അന്ന്, അങ്ങനെ 2 പെരുന്നാൾ ദിവസം,
അതുപോലെ അയ്യാമു തശ്രീഖിന്റെ ദിവസം, അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 11, 12, 13 ഇതാണ് അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങൾ. ഈ ദിവസങ്ങളിലും അതുപോലെ ഷെക്കിന്റെ ദിവസം, ഈ ദിവസങ്ങളിലൊക്കെ നോമ്പ് ഹറാമാണ്, നോമ്പെടുക്കാൻ പാടില്ല. ഷറഈയായ വിധികൾ ഏതെല്ലാമാണ്? നമ്മൾ ആദ്യത്തെ പാഠം അൽ അഹ്കാമു ഷറഈയ എന്നുള്ള പാഠത്തിൽ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. 5 ഫർള്, അതുപോലെ ഫർളിന്റെ മറ്റൊരു പേരാണ് വാജിബ്, ഹറാമ്, സുന്നത്ത്, കറാഹത്ത്, ഹലാല്. ഇതാണ് ഷറഈയായ വിധികൾ. യോജിച്ച സ്ഥാനത്ത് എഴുതാം. ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഹജ്ജിന്റെ വാജിബാത്തുകൾ ഏതെല്ലാം, അതുപോലെ ഹജ്ജിന്റെ ഫർളുകൾ ഏതെല്ലാം, ഇത് നമ്മൾ വേർതിരിച്ച് എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തത് വിദാഇന്റെ തവാഫ്, അതേതാണ്? ഹജ്ജിന്റെ വാജിബാത്തിൽ പെട്ടതാണ്. രണ്ടാമത്തത് മുടി നീക്കൽ, അത് ഹജ്ജിന്റെ ഫർളാണ്. അറഫയിൽ ഹാജറാവൽ, അതും ഹജ്ജിന്റെ ഫർളാണ്. ജംറകളിൽ കല്ലെറിയൽ, അത് ഹജ്ജിന്റെ വാജിബാത്താണ്. അപ്പോൾ 1ഉം അവസാനത്തേതും ഹജ്ജിന്റെ വാജിബാത്തുകളും 2ഉം 3ഉം ഹജ്ജിന്റെ ഫർളുകളിൽ പെട്ടതാണ്. ഇനി അതേപോലെ തന്നെയാണ് താഴെ ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഖുത്ബയുടെ ഫർളുകൾ ഏത്, സുന്നത്തുകൾ ഏത്, അതുപോലെ ഷർത്ത് ഏത് എന്ന് നമ്മൾ വേർതിരിച്ച് എഴുതുകയാണ് വേണ്ടത്. 1 അറബി ഭാഷയിലായിരിക്കുക. അറബി ഭാഷയിലായിരിക്കുക എന്നുള്ളത് ഖുത്ബയുടെ ഷർത്താണ്. അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളത് ഖുത്ബയുടെ ഫർളാണ്. ശ്രദ്ധിച്ച് കേൾക്കൽ, അത് ഖുത്ബയുടെ സുന്നത്താണ്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യൽ ഖുത്ബയുടെ ഫർളാണ്. ഖതീബ് പുരുഷനായിരിക്കുക എന്നുള്ളത് ഖുത്ബയുടെ ഷർത്താണ്. ബാങ്ക് കഴിയും വരെ മിമ്പറിൽ ഇരിക്കുക എന്നുള്ളത് അത് ഖുത്ബയുടെ സുന്നത്താണ്. ഈ രൂപത്തിലാണ് ഫിഖ്ഹിന്റെ ഒരു മോഡൽ ചോദ്യപേപ്പർ ഉള്ളത്. വിദ്യാർത്ഥികൾ കഴിയുന്നത്ര മോഡൽ പേപ്പറുകൾ, ചോദ്യപേപ്പറുകൾ പരിശീലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിർബന്ധമായും ഓരോ പാഠങ്ങളും ആവർത്തിച്ച് വായിക്കുകയും എഴുതാനുള്ളതൊക്കെ എഴുതി പരിശീലിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു. നിർബന്ധമായും നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.